Good afternoon all. Sorry. Good morning all. Good morning, ma'am. Good morning. നമ്മ കഴിഞ്ഞ ദിവസം ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി വരാൻ അല്ല എടുത്തത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫെക്ഷൻ കമ്മിറ്റി കൺട്രോൾ കമ്മിറ്റിയില് ആരെല്ലാമാണ് ഉൾപ്പെടുന്നത് എന്താണ്. ഇപ്പൊ നമുക്കൊരു കമ്മിറ്റി രൂപീകരിക്കണല്ലേ, എന്താണ് അതില് കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തണം അല്ലെ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടല്ലേ, ഉണ്ടോ? അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയില് ആരെല്ലാമാണ് ഉൾപ്പെടുന്നത്? ഫസ്റ്റ് വൺ ചെയർപേഴ്സൺ. ആരാണ്? ചെയർപേഴ്സൺ ആണ്. അതാരാണ്? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ. ഹോസ്പിറ്റലിന്റെ മേധാവിയാണ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത് മെമ്പർ ഓഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത് സീനിയർ മൈക്രോബയോളജിസ്റ്റ്. എന്താണ് മൈക്രോബയോളജിസ്റ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വൈറൽ ഫീവർ ആണ് അല്ലെ, ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ അത് മനസ്സിലാക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ആരായിരിക്കും? മൈക്രോബയോളജിസ്റ്റുകളായിരിക്കും അല്ലെ. ലാബുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് സെക്രട്ടറി ആയിട്ട് സീനിയർ ആയിട്ടുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് മെമ്പേഴ്സ്. എന്താണ്? സെക്രട്ടറി ചെയർപേഴ്സണും കൂടാതെ അതിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ, തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ട് അല്ലെ. ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഈ സെക്രട്ടറിയും ചെയർപേഴ്സണും അവർക്ക് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതാരൊക്കെയാണ്? റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലെ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സെക്ഷനിലെ ആളുകളായിരിക്കും മെമ്പേഴ്സ് ആയിട്ട് അതിലുണ്ടാകുന്നത്. പിന്നെന്താണ്? റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. എന്താണ്? നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് സാനിറ്റൈസേഷൻ പ്രക്രിയകൾ വേണ്ടി വരും, സ്റ്റെറിലൈസേഷൻ പ്രക്രിയകൾ വേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള ഫെസിലിറ്റീസിന്റെ സൗകര്യം അവർക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ എന്താണ്? സപ്പോർട്ട് സർവീസസ്. എന്താണ്? ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന സർവീസുകള്, സേവനങ്ങള് അതേതൊക്കെയാണ്? OT എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. CSSD എന്ന് പറഞ്ഞാല് സെന്റർ സ്റ്റെറിലൈറ്റ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. CSSD നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ ഇല്ലേ? അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഒക്കെ? ഇപ്പൊ എടുക്കുന്നുള്ളൂ. ആതിര മിസ്സിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, CSSD. അപ്പൊ എങ്ങനെയാണ്? CSSD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും ഇതിലൊരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആയിട്ട്. പിന്നെ എന്താണ്? ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ. എന്താണ് ഹൗസ് കീപ്പിംഗ്? എന്താണ്? ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ, ക്ലീനിങ് പ്രോസസ്സുകൾ അല്ലെ. എന്താണ്? ഹോസ്പിറ്റലില് സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഹൗസ് കീപ്പിംഗ് സാനിറ്റേഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഏതാണ്? എഞ്ചിനീയറിംഗ്. പിന്നെ ഫാർമക്കോളജിസ്റ്റ്. ഫാർമക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് സയന്റിസ്റ്റിനെയാണ്. സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാല് ഡ്രഗ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന, ഇൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ എങ്ങനെ ഇഫക്ട് ചെയ്യും എന്ന് വേണ്ടി റിസർച്ചുകൾ ചെയ്യാനൊക്കെയുള്ള സയന്റിസ്റ്റുകളാണ് ഫാർമക്കോളജിസ്റ്റ്. മനസ്സിലായോ? നമ്മ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏറ്റിരിക്കുന്ന ഇൻഫെക്ഷനെ നശിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സുകളൊക്കെ യൂസ് ചെയ്യില്ലേ, മെഡിസിൻസ് യൂസ് ചെയ്യില്ലേ?
മെഡിസിനുകള്, ആ ഡ്രഗ്സുകള് നമ്മുടെ ലിവിങ് സിസ്റ്റത്തെ എന്താണ് മനുഷ്യരൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റുകളാണ് ഫാർമക്കോളജിസ്റ്റ്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും ഇവർക്ക് സേവനത്തിന് വേണ്ടിയിട്ട്. പിന്നെ സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണ് സ്ക്രീനിങ്ങിന് വേണ്ടി ലിക്വിഡുകൾ ആവശ്യമായിട്ട് വരും അല്ലെ, സ്റ്റെറിലൈസേഷന് വേണ്ടി കെമിക്കൽസ് ആവശ്യമായിട്ടൊക്കെ വരില്ലേ. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രോസസ്സുകൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് ഇവർക്ക് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? സപ്പോർട്ടിംഗ് സർവീസുകൾ ഏതൊക്കെയാണ്? OT ഓർ CSS, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് എന്താണ്? ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ. എന്താണ് ഹൗസ് കീപ്പിംഗ് എന്നൊക്കെ പറയുന്നത്? ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനിന്റെ ആവശ്യമായിട്ട് വരും. പിന്നെ എഞ്ചിനീയറിംഗ് സെക്ഷന്. പിന്നെ എന്താണ്? ഫാർമക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സുകൾ, ആന്റിബയോട്ടിക്സുകള്, അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ എങ്ങനെയാണ് ഒരാളെ ഇഫക്റ്റ് ചെയ്യുന്നതെന്ന് റിസർച്ച് ചെയ്യുന്നതിനുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. ഇവർക്ക് എന്താണ്? ട്രെയിനിങ് പ്രോസസ്സുമായി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് അതിലൊരു നേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? നോക്കി. എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലുള്ള ആളുകൾ ആരൊക്കെയാണ്? മെമ്പേഴ്സ് ആരൊക്കെയാണ്? ചെയർപേഴ്സൺ ഉണ്ടാവും. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാല് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് മെമ്പേഴ്സ് സെക്രട്ടറി. അതാരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ്. എന്താണ്? ലാബിലല്ലേ വർക്ക് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. മെമ്പേഴ്സ് റെപ്രസെന്റേഷൻ എന്താണ്? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരിക്കും. റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. എന്താണ്? നമുക്ക് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസിന്റെ സൗകര്യം ആവശ്യമുണ്ട്? ഇപ്പൊ എന്താണ്? സ്റ്റെറിലൈസേഷൻ ചെയ്യണമെങ്കിൽ എന്താണ്? സ്റ്റെറിലൈസേഷന്റെ ഫെസിലിറ്റീസ് ആവശ്യമായിട്ട് വരൂലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്? അതാണ് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസിൽ ഉൾപ്പെടുന്നത്. സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഇവരെ പിന്തുണയ്ക്കുന്നതിനുണ്ടായി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ പിന്തുണയ്ക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന സേവനങ്ങള് എന്താണ്? OT ഓർ CSS, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ CSS, ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ, ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് സാനിറ്റേഷൻ പ്രോസസ്സ്. പിന്നെന്താണ്? എഞ്ചിനീയറിംഗ്. പിന്നെ ഫാർമക്കോളജിസ്റ്റ്. എന്താണ്? ഡ്രഗ്സുകള് ലിവിങ് ഓർഗാനിസംസിൽ ലിവിങ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. എന്താണ്? ഡ്രഗ്സുകൾ എങ്ങനെ യൂസ് ചെയ്യാല്, അതെങ്ങനെ ഇഫക്ട് ചെയ്യുന്നു, അതിന്റെ പേഷ്യൻസിന് റിസ്ക് ഇല്ലാത്ത രീതിയിൽ അല്ലെ, അപകട സാധ്യത ഇല്ലാത്ത രീതിയിൽ അവർക്ക് എങ്ങനെ ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിസിൻ യൂസ് ചെയ്യാം എന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫാർമക്കോളജിസ്റ്റിന്റെ ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രൂപ്പ് ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഇവർക്ക് ക്ലീനിങ് സെക്ഷനുമായി അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സുമായിട്ട് ആവശ്യമായുള്ള മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്സിനെ. നെക്സ്റ്റ് റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ പങ്ക്, ഈ ഹോസ്പിറ്റലില് അവർക്കുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പങ്ക്, അവരെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള് എന്തൊക്കെയാണ്? ദ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലയബിൾ ഫോർ. എന്തൊക്കെയാണ്?
ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ബാധ്യതകള്, ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങള് എന്തൊക്കെയാണ്? ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ ആൻ ഇഫക്റ്റീവ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാം അവർ അതല്ലെങ്കിൽ ഒരു ടീം കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം ഇഫക്റ്റീവായി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫക്റ്റീവ് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ഇഫക്റ്റീവായി സക്സസ് ആയി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഫലം കണ്ടാൽ അല്ലെ, അതിനുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കണം അല്ലെ. അതിന് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ റിസൾട്ട് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഒരു പ്രോഗ്രാം നമുക്ക് എന്താണ് ഇഫക്റ്റീവായി അത് ഫലപ്രാപ്തിയിൽ എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടത്തും അല്ലെ, പല പ്രവർത്തനങ്ങൾ നടത്തും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന്. അതിന് എന്താണ് ആളുകൾക്ക്, ജനങ്ങൾക്ക് അതല്ലെങ്കിൽ പേഷ്യൻസിന് അത് ഇൻഫെക്ട് ചെയ്യാതിരിക്കാൻ ആളുകൾക്ക് എന്താണ് പ്രിക്കോഷൻസ് എടുക്കാൻ, ആളുകൾക്ക് അത് ബാധിക്കുന്നത് ആ ഇൻഫെക്ഷൻ ബാധയിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ കാര്യങ്ങളൊക്കെ എന്താണ് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടോന്ന്, ഫലപ്രദമായ രീതിയിൽ ആ പ്രോഗ്രാമുകൾ ആ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് മേൽനോട്ടം വഹിക്കുക. ഫലപ്രദമായ ഒരു പ്രോഗ്രാം, ഇഫക്റ്റീവായ ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് എല്ലാ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളും അല്ലെ. ഇപ്പൊ എന്താണ് ഒരു അണുബാധ നിയന്ത്രിക്കുന്നത്? ചിലപ്പോൾ സാനിറ്റൈസേഷൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ ക്ലീനിങ് ചെയ്യേണ്ടി വരും അല്ലെ. പല രീതിയിലുള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിന്, ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനുള്ള മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടി, ഇഫക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള മേൽനോട്ടം വഹിക്കുക. ഇപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലില് ഒരു ഇൻഫെക്ഷൻ ബാധ ഉണ്ടായിട്ടുണ്ട്, പുതിയൊരു ഇൻഫെക്ഷൻ ബാധ ആ ഹോസ്പിറ്റലിന് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിനെ ആ ഇൻഫെക്ഷനിൽ നിന്ന് രക്ഷിക്കണല്ലേ, രക്ഷിക്കണോ? മറ്റുള്ള പേഷ്യൻസിന് വരാത്ത രീതിയിൽ അല്ലെ ആ ഇൻഫെക്ഷൻ എന്താണ് അവർ ഒഴിവാക്കണം, ഹോസ്പിറ്റലിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിനു വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്താണ് പുതുതായി ഒരു പേഷ്യന്റിന് നിപ്പ വൈറസ് വന്നു കാണിട്ട് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ ആ പേഷ്യന്റിൽ നിന്ന് ആ നിപ്പ വൈറസ് മറ്റുള്ള പേഷ്യന്റിലേക്ക് എത്താതിരിക്കാൻ അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യൂലേ. എന്താണ് ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കും അല്ലെ, അവിടെ ചെല്ലുന്ന അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് PPE കിറ്റുകൾ നൽകും അല്ലെ, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും മറ്റുള്ളവർക്ക് അത് ആ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ഓർഗനൈസ്ഡ് ആൻ എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. എപ്പിഡെമിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രം, ഒരു മെഡിക്കൽ ബ്രാഞ്ച് ആണ്. ഈ സാംക്രമിക രോഗശാസ്ത്രത്തിലാണ് നമ്മ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്, റിസർച്ചുകളൊക്കെ ചെയ്ത് പഠിക്കുന്നത് ഈ എപ്പിഡെമിയോളജിക്കൽ സിസ്റ്റത്തിലാണ്, സയൻസിലാണ്. അപ്പൊ എന്താണ് ഈ ഓർഗനൈസ്ഡ് ആൻഡ് എപ്പിഡെമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ? എന്താണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരു ഇൻഫെക്ഷൻ, ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ എന്താണ് ഇപ്പൊ കൊറോണ റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഈ എപ്പിഡെമിയോളജിക്കൽ ഈ സാംക്രമിക
ശാസ്ത്രത്തില് ഈ വൈറസിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെ തടയാം എന്നതിനുള്ള രീതികളൊക്കെ ഉണ്ടായിരിക്കും, അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ആ ഇൻഫെക്ഷനെ നിരീക്ഷിച്ച് അതിനുവേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ അതിനുവേണ്ട മുൻകരുതലുകൾ അതല്ലെങ്കിൽ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, സംഘടിപ്പിക്കുന്നത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് പുതുതായി റിപ്പോർട്ട് ചെയ്ത നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ ഈ എപ്പിഡമോളജിക്കൽ സിസ്റ്റം അനുസരിച്ച് ആ ഇൻഫെക്ഷനെ നിരീക്ഷിച്ച് അതിനുവേണ്ട പ്രിക്കോഷൻസ് അതിനുവേണ്ട മുൻകരുതലുകൾ അതല്ലെങ്കിൽ അത് നിരീക്ഷിച്ചതിന് ശേഷം അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ക്ലിയർ ആയോ? അത് ഒരു ഹോസ്പിറ്റലില് ഒരു നോസോകോമിയൽ ഇൻഫെക്ഷന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്തനുസരിച്ച് ഈ എപ്പിഡമോളജി ഈ സാംക്രമിക രോഗശാസ്ത്രം അനുസരിച്ച് റിമൂവ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ഓക്കെ ആയോ? Okay. Next, participate with pharmacy to develop a program, supervise the use of anti-infection drugs. എന്താണ് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നല്ലേ, അതിന് ആ പേഷ്യന്റിന് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളൊക്കെ ഉണ്ടാവൂലേ, അതെവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ ആന്റിബയോട്ടിക്സുകളൊക്കെ ഹോസ്പിറ്റലിൽ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫാർമസിയിൽ നിന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആന്റി ഇൻഫെക്ഷൻ മരുന്നുകളുടെ മേൽനോട്ടത്തിന് വേണ്ടി ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുക. ക്ലിയർ ആയോ? ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ ആന്റി ഇൻഫെക്ഷൻ മരുന്നുകളുടെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് ഫാർമസിയിലൂടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുക. എന്താണ് ഫാർമസിയിലെ ആളുകൾക്ക് അല്ലെ ഈ ആന്റിബയോട്ടിക്സ് ഈ ആന്റി ഇൻഫെക്ഷൻ മരുന്നുകൾ ഏത് ഇൻഫെക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, രോഗി അത് എത്ര അളവിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലേ അവർക്ക്, വേണോ? അതൊക്കെ ആരുടെ ചുമതലയാണ്? അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഫാർമസിയോടൊപ്പം പങ്കുചേരുക. ക്ലിയർ ആയോ? Next, make sure that patient care practices are appropriate to the level of patient risk. എന്താണ് രോഗി പരിചരണ രീതികൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ വന്ന് ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാല് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ, പരിചരണം കൊടുക്കണം. അതില് എന്താണ് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ ഗുണനിലവാരത്തിന് അനുയോജ്യമാണ്. എന്താണ് ആ പേഷ്യന്റിന് റിസ്ക് ഇല്ലാത്ത രീതിയിലാണോ ട്രീറ്റ്മെന്റ് എന്താണ് ചികിത്സ രോഗി പരിചരണം കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. എന്താണ് ഇപ്പൊ ഒരു ആന്റിബയോട്ടിക്സ് ഒരു പേഷ്യന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് എന്തെങ്കിലും അലർജീസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, രോഗിയുടെ അപകട സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ യൂസ് ചെയ്യാൻ പറ്റുമോ? റിയാക്ഷനാ എന്തെങ്കിലും ആ മെഡിസിൻ യൂസ് ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഇല്ല അല്ലെ. അപ്പൊ എന്താ അങ്ങനെയുള്ള കാര്യങ്ങള് ഉറപ്പുവരുത്തുക. എന്താണ് രോഗി പരിചരണ രീതികളിലെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വന്ന രോഗികളില് രോഗി പരിചരണ രീതികളില് രോഗിയുടെ അപകട സാധ്യതയെ നിലനിർത്തി അവയുടെ അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? പേഷ്യന്റിന് റിസ്ക് ഇല്ലാത്ത രീതിയിലുള്ള രോഗി പരിചരണമാണ് അവർക്ക് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? അത്
എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസിനുള്ള മെഡിസിൻസ് അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അവരുടെ ഹെൽത്തിന് അവരുടെ ആരോഗ്യത്തിന് അപകട സാധ്യതയില്ല എന്ന് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, check the efficacy of the method of disinfection and sterilization and efficacy of system. എന്താണ് ഇപ്പൊ നമ്മൾ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അണുനശീകരണം നടത്തുന്നതിന് വേണ്ടി പല മാർഗങ്ങളും പല മെത്തേഡ്സുകളും യൂസ് ചെയ്യല്ലേ. എന്താണ് സാനിറ്റൈസേഷൻ ചെയ്യും, സ്റ്റെറിലൈസേഷൻ ചെയ്യും, ഹാൻഡ് വാഷ് ചെയ്യും അല്ലേ? ആണോ? പല രീതികള് ചെയ്യും. അപ്പൊ അതിന്റെയൊക്കെ കാര്യക്ഷമത എന്താണ് ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യുക, വിലയിരുത്തുക. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഇൻഫെക്ഷൻസ് റിമൂവ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്താണ് സാനിറ്റൈസേഷൻ ചെയ്യുക, സ്റ്റെറിലൈസേഷൻ ചെയ്യുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങള് കാര്യക്ഷമമായോ അതല്ലെങ്കിൽ ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തുക, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ്, develop to enhance hospital cleanliness, taking part in development and provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. എന്താണ് ഈ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ക്ലീനിങ് പ്രോഗ്രാമുകളിലെ ശുചിത്വ പരിപാടികളൊക്കെ നടത്തണല്ലേ? നടത്തണോ? അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആരാണ്? ഡോക്ടറുകൾക്ക്, നഴ്സുമാർക്ക്, അതല്ലെങ്കിൽ അതർ ഹെൽത്ത് പേഴ്സണൽസ് എന്താണ് ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ സ്കാനിങ് സെക്ഷനിൽ വർക്ക് മെഡിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും കൂടാതെ മറ്റുള്ള കാറ്റഗറി മറ്റുള്ള വിഭാഗത്തിൽ പെടുന്ന ഇപ്പൊ എന്താണ് ക്ലീനിങ്ങിന് നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ, അതല്ലെങ്കിൽ എന്താണ് അറ്റൻഡേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ എല്ലാ സ്റ്റാഫുകൾക്കും ക്ലീൻലിനെസിനെ കുറിച്ചുള്ള ശുചിത്വത്തെ കുറിച്ചുള്ള പ്രോഗ്രാമുകൾ എന്താണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇപ്പൊ എന്താണ് മഴ കൂട്ടിപ്പിടിക്കും അല്ലെ, എന്താണ് മഴ സീസണിൽ വന്നിട്ട് ആശാ വർക്കേഴ്സ് ഒക്കെ വന്ന് പറയില്ലേ എന്താണ് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, എന്താണ് വീടിന്റെ മുറ്റത്ത് ചിരട്ടകളോ പാത്രങ്ങളോ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത് കമഴ്ത്തിയിടുക എന്നൊക്കെ പറയില്ലേ, പറയാറുണ്ടോ വന്നിട്ട്? അതല്ലെങ്കിൽ എന്താണ് അവര് വന്ന് കണ്ട് ഒരു സ്പ്രേ പോലെ ചെയ്യില്ലേ വീടിന് ചുറ്റും കൊതുകുകളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് അടിക്കില്ല വീടിന്റെ ചുറ്റും വന്നും കാണിട്ട് ആളുകള്. അപ്പൊ അതൊക്കെ എന്താണ് ക്ലീനിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആ രോഗം കൊതുകിൽ നിന്നുള്ള രോഗം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പ്രോസസ്സുകൾ ചെയ്യുന്നതിൽ ആ പ്രവർത്തനങ്ങൾ ആശാ വർക്കർ വന്നത് അല്ലെങ്കിൽ വേറെ ഒരാളും മുനിസിപ്പാലിറ്റിന്ന് ഒരാൾ വന്നുങ്ങാണ്ട് മരുന്ന് തെളിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ആ കൊതുകിൽ നിന്ന് പകരുന്ന അസുഖങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനൊക്കെ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ക്ലാസ്സുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ കുറിച്ച് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ഹോസ്പിറ്റലിൽ സ്വീകരിക്കേണ്ട ശുചിത്വ മാർഗങ്ങളെ കുറിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ടീച്ചിങ് പ്രോഗ്രാമുകൾ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, provide expert analysis and leadership assistance for smaller institution. എന്താണ് ചെറിയ സ്ഥാപനങ്ങൾക്ക് വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായവും നൽകുക. എന്താണ് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഹോസ്പിറ്റലുകളായിരിക്കും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചെറിയ ഹെൽത്ത് ക്ലിനിക്കുകള് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവും അല്ലെ.
അങ്ങനെയുള്ള സെക്ഷനിൽ ചെന്നുകൊണ്ട് എന്താണ് ഈ ഇൻഫെക്ഷൻസ് പടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് വിദഗ്ധ വിശകലനവും അവർക്ക് വേണ്ട നേതൃത്വ സഹായവും കൊടുക്കുക. എന്താണ് ഒരു ഇൻഫെക്ഷൻ വന്നാൽ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് ഒരു ക്ലാസ് ഒക്കെ കൊടുക്കില്ലേ, അവർക്ക് അതിനെ കുറിച്ച് പറഞ്ഞൊക്കെ കൊടുക്കില്ലേ. അങ്ങനെയുള്ള എന്താണ് വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായവും ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നൽകുക. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റോള്, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഹോസ്പിറ്റലില് നടത്തുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുക. പിന്നെ എന്താണ് ഇൻഫെക്ഷന് ഒരു ഹോസ്പിറ്റലില് ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് ഇപ്പൊ സാംക്രമിക രോഗശാസ്ത്രം അനുസരിച്ച് അതിനു വേണ്ട നടപടികള് സ്വീകരിക്കുക, സംഘടിപ്പിക്കുക. എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ അതിനുവേണ്ട പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ സ്വീകരിക്കുക, അതല്ലെങ്കിൽ അതിന് കൺട്രോൾ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, സംഘടിപ്പിക്കുക. പിന്നെ എന്താണ് ഫാർമസിയില് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകള്, ആന്റിബയോട്ടിക്സുകള് എന്താണ് രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാർമസിയുമായി ചേർന്ന് പ്രവർത്തിക്കുക, ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ ഇവര് പങ്കെടുക്കുക. നെക്സ്റ്റ് എന്താണ് പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ, രോഗി പരിചരണം അവർക്ക് റിസ്ക് ഇല്ലാത്ത രീതിയിലാണെന്ന്, അവർക്ക് അപകട സാധ്യത ഇല്ലാത്ത രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ് നമ്മൾ നടത്തുന്ന ആശുപത്രിയിൽ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ, അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ, എന്താണ് സാനിറ്റൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങള് കാര്യക്ഷമമായി ഫലപ്രാപ്തിയിൽ നടത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ ക്ലീനിങ്ങിനെ കുറിച്ച്, എന്താണ് ഹോസ്പിറ്റലുകള് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ സ്റ്റാഫുകൾക്ക് അതിനുവേണ്ട ടീച്ചിങ് പ്രോഗ്രാമുകൾ കൊടുക്കുക. പിന്നെ എന്താണ് സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലേക്ക് എന്താണ് ഇവര് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എങ്ങനെയൊക്കെ തടയാം, അതിനുവേണ്ട എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാം എന്നതിനെ കുറിച്ച് വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായവും നൽകുക. ക്ലിയർ ആയോ ഇത്? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഒന്നുമില്ല. എന്താണ് നെക്സ്റ്റ് നമ്മൾ സാധാ പറയുന്ന ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്, കൈ കഴുകേണ്ടത്? കൊറോണ വന്നപ്പോ നമുക്ക് അല്ലെ ടിവിയിലാണെങ്കിലും അല്ലെ എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്ന കാണിച്ചിരുന്നില്ലേ ഹാൻഡ് വാഷിന്റെ രീതികള്? എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നത്? പരസ്യങ്ങൾ അല്ലെ, അഡ്വർടൈസ്മെന്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഹാൻഡ് വാഷ് ചെയ്യേണ്ട രീതികളെ കുറിച്ച്. എങ്ങനെയാണ്? ഫസ്റ്റ് adequate amount of hand washing steps, ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, adequate amount of solution by take in your hands. എന്താണ് നമ്മുടെ കയ്യില് എന്തെടുക്കാം? ആവശ്യമായ സൊല്യൂഷൻ എന്താണ്? ഹാൻഡ് വാഷർ അല്ലെ എടുക്കുക. നെക്സ്റ്റ് റബ് പാം ടു പാം വിത്ത് ഫിംഗർ ഇന്റർലോക്ക്ഡ്. എന്താണ് നമ്മുടെ ഫിംഗർ ഇന്റർലോക്ക് ചെയ്ത് കാണിട്ട് പാം ടു പാം നമ്മൾ എന്ത് ചെയ്യുക? റബ്ബ് ചെയ്യുക. ഉരസുക എന്ന് പറയില്ലേ, റബ്ബ് ചെയ്യുക. നെക്സ്റ്റ് റബ് ബാക്ക് ഓഫ് ദ ഫിംഗർ ടു ഓപ്പോസിറ്റ് പാം വിത്ത് ഇന്റർലോക്കഡ്. എന്താണ് നമ്മൾ കൈയിന്റെ മുകളിൽ കൈ കയറ്റി വെച്ച് കണ്ട് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് റബ്ബ് ചെയ്യില്ലേ, ഇങ്ങനെ ഉരസില്ലേ? ചെയ്യോ? അങ്ങനെ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ കൈയിന്റെ മുകളില് ഒരു കൈ വെച്ച് കാണിട്ട് എന്താണ് ഇന്റർലോക്ക് ചെയ്ത് കാണിട്ട്
റബ്ബ് ചെയ്യുക. നെക്സ്റ്റ് റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്പഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. എന്താണ് നമ്മുടെ ഈ തള്ളവിരൽ അല്ലേ, ഇടത്തെ കൈയിന്റെ തള്ളവിരൽ വലത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ 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 ഒരു സ്ഥിതി ഹാൻഡ് വാഷിന്റെ രീതികളാണ്. ഇങ്ങനെ ഇതാക്കുക, ഗ്രിപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വൈസ് വേഴ്സ തിരിച്ചും ഇങ്ങനെ തന്നെ ചെയ്യുക. ആദ്യം എന്താണ് ഹാൻഡ് വാഷ് എടുക്കുക, എന്നിട്ട് എന്താണ് നമ്മുടെ ഫിംഗർ ഇന്റർലോക്ക് ചെയ്ത് നമ്മ ഹാൻഡ് വാഷ് കയ്യിൽ മൊത്തം അല്ലെ ഇങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൈയിന്റെ മുകളില് ബാക്ക് സൈഡില് കൈ വെച്ച് കാണിട്ട് ഇന്റർലോക്ക് ചെയ്ത് ഒന്ന് റബ്ബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണ് തള്ളവിരല് അല്ലെ, ഇടത്തെ കൈയിന്റെ തള്ളവിരല് വലത്തെ കൈ കൊണ്ട് പിടിച്ചും കാണിട്ട് ഗ്രിപ്പ് ചെയ്യുക, ഇങ്ങനെ ഇതാക്കുക. അതേപോലെ തിരിച്ചും ചെയ്യുക. നെക്സ്റ്റ് റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗർ ഓഫ് ദി റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് കൗണ്ടർവൈസ്. എന്താണ് നമ്മുടെ കൈയിന്റെ ഈ കൈയിന്റെ പാദത്തിന്റെ ഇവിടെ ഈ കൈയിന്റെ വിരല് കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ തിരിച്ചും വലത്തെ കൈയില് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഈ ഫിംഗർ വെച്ച് കാണിട്ട് ഇതിന്റെ പാമ്പ് അല്ലെ ഇതിന്റെ പാദം റബ്ബ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷണലി. എന്താണ് റബ്ബ് ചെയ്യുക വീണ്ടും ഇങ്ങനെ. നെക്സ്റ്റ് റബ്ബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ്. എന്താണ് നമ്മുടെ നഖങ്ങൾ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ച് എന്താ കഴുകുക, ഒന്ന് ബ്രഷ് ചെയ്യുക. നെക്സ്റ്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അതിനുശേഷം രണ്ട് നെയിൽസും രണ്ട് കൈയിന്റെയും നെയിൽസ് ബ്രഷ് വെച്ച് കഴുകി ബ്രഷ് ചെയ്തതിന് ശേഷം എന്താണ് നമ്മുടെ കൈ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കഴുകുക. ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ. എന്താണ് നമ്മുടെ കൈമുട്ട് വെച്ച് കാണിട്ട്, പിന്നെ കൈ എന്താണ് പൈപ്പുമ്മ തൊടാൻ പാടില്ല, നമ്മുടെ എന്താണ് കൈമുട്ട് വെച്ച് കാണിട്ട് ആ പൈപ്പ് എന്ത് ചെയ്യുക ക്ലോസ് ചെയ്യുക. ആൻഡ് ഡ്രൈ ഹാൻഡ്സ് തൊറോലി. എന്താണ് നമ്മുടെ ആ പൈപ്പ് എന്താണ് നമ്മുടെ കൈ നന്നായി ഉണക്കുക. ക്ലിയർ ആയോ? അത് എങ്ങനെ ചെയ്യേണ്ടെന്ന് താഴെ നിങ്ങൾക്ക് പിക്ചർ ആയിട്ട് കാണിക്കുന്നുണ്ട്, കണ്ടോ? ആദ്യം കൈയിന്റെ ഉള്ളിൽ എന്താണ് ഹാൻഡ് വാഷ് ഇടുക, നമുക്ക് ആവശ്യമായ ഹാൻഡ് വാഷ് ഇടുക. എന്നിട്ട് എന്താണ് കൈ നല്ലോണം ഇങ്ങനെ ഉരസിയതിനു ശേഷം കൈ വെച്ച് കാണിട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ എന്താണ് തള്ളവിരല്, ഒരു കൈയിന്റെ തള്ളവിരല് മറ്റേ കൈ വെച്ച് കാണിട്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പാമ്പ് വെച്ചും കാണിട്ട് അല്ലെ, ഇങ്ങനെ ഒരു കൈയിന്റെ പാദം മറ്റേ കൈയിന്റെ വിരല് വെച്ചും കാണിട്ട് റബ്ബ് ചെയ്യുക. അതേപോലെ തിരിച്ചും ചെയ്യുക. പിന്നെ നല്ലോണം ഒന്ന് എന്നിട്ട് എന്ത് ചെയ്യുക, കൈ നല്ല രീതിയിൽ നഖങ്ങള് അല്ലെ, നഖങ്ങള് ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യുക. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യുക. പിന്നെ എന്താണ് കൈ നല്ലവണ്ണം കഴുകുക. അതിനുശേഷം ടാപ്പ് എന്താണ് കൈമുട്ട് വെച്ച് കൂട്ടുക. അതിനുശേഷം എന്താണ് കൈ നല്ലവണ്ണം ഉണക്കുക. അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ പിക്ചറിലും തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ ഹാൻഡ് വാഷിന്റെ രീതികള്? ഈ ചാപ്റ്റർ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ചോദിച്ചു ഷിബിത. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മുൻപത്തെ ഭാഗത്തോ എന്തെങ്കിലും? നിങ്ങൾക്ക് ഈ ഹാൻഡ് വാഷിന്റെ രീതികളൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഇതിന് ചോദ്യം വരാം. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഏതാണ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഏതാണ്, സപ്പോർട്ടിംഗ് സർവീസ് ഏതാണ്, മെമ്പർ ഓഫ് സെക്രട്ടറി ആരായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാട്ടാ എക്സാമിന്. പിന്നെ എന്താണ് നമ്മുടെ പ്രിവെൻഷൻ മെത്തേഡുകൾ ഏതാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഓപ്ഷൻ തന്നിട്ട് അതിൽ പ്രിവെൻഷൻ മെത്തേഡ് എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷന് പ്രിവെൻഷൻ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? സാനിറ്റൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, അങ്ങനെ ചോദിക്കാം.
പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. കോമൺ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? നമുക്ക് കോമൺ ആയിട്ട് സാധാരണ രീതിയിൽ കാണുന്ന മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? ഏതാണ് പറയാൻ പറ്റുമോ? കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ ഏതാ? നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഏതാ? എഴുതിക്കോ. Hospital acquired infection. Hospital acquired infection is also known as healthcare associated infection. Healthcare option ആണ് healthcare associated infection, nosocomial infection, next both A and B, none of these. ഏതാണ്? C. Okay, C ആണ് both A and B അല്ലേ? എന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ്. ഹെൽത്ത് കെയർസ് നിന്ന് അല്ലെ എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയും, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്നും പറയും. ഹോസ്പിറ്റൽ അക്വയർഡ്. ക്വസ്റ്റ്യൻ ആരാണ് ചോദിച്ചത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ is also known as health care option ആണ് health care associated infection, nosocomial infection, both A and B, none of these. Answer is C. Next question. Dash is the process. Next question. Dash is the process. By which living organisms such as mosquitoes, flies, rats, and other vermin transmit microorganisms from infected individuals.
infected individuals to non-infected individuals. To non-infected individuals. ഏത് പ്രോസസ് ആണ്? ഫ്ലൈസിൽ കൂടെ, റാറ്റ്സിൽ കൂടെ, അതല്ലെങ്കിൽ മോസ്കിറ്റോസിൽ കൂടെ ഇൻഫെക്ഷൻ പകരുന്നത് ഏതാണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. Which one is the dash is the most common mode of transmission. Dash is the most common mode of transmission. എന്താണ് common mode of contact or hand-borne transmission, right? Contact or hand-borne transmission. Next one, your 10. Okay. Which of the following is included in the droplet precautions? Which of the following is included in the droplet precautions? First, option A, patient's movement should be controlled. Patient's movement should be controlled. Next, separate room for the patient. Separate room for the patient. C, standard surgical mask for health workers. Standard surgical masks for health workers. Option D, all of them. Okay. എല്ലാം പെടുന്നുണ്ട് അല്ലേ പ്രിക്കോഷൻസ് ആയിട്ട്. Who is the C ഒന്നുകൂടെ പറയണോ? C, standard surgical masks for health workers. Standard surgical mask for health workers. Next question. Who is the head of the Infection Control Committee? ആരാണ് അപ്പൊ തന്നെ മിസ് എടുത്തത്? Who is the head of the infection chairperson? Okay. Next question. Besides hand washing,
dash place besides hand washing. Dash plays a pivotal role in the possibilities. Pivotal role in the possibilities. In the possibilities of reducing. Possibilities of reducing transmission of microorganisms. Okay. Besides hand washing, dash place, besides hand washing, dash place besides hand washing, dash place a pivotal role in the possibilities of reducing transmission of microorganisms. Transmission of microorganisms. ഏതാണ്? Gloves ആണോ? Option A gloves. Option B eyewear. Option C clothing. Option D isolated room. Option D isolated room. ഏതാണ്? ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഏതാ വരുന്നേ? നമുക്ക് PPE എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായില്ലേ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഗ്ലൗസ്. ഓക്കെ. പറഞ്ഞപ്പോ തന്നെ അല്ലെ, ഗ്ലൗസ് എടുത്തപ്പോ പറഞ്ഞല്ലേ പിവോട്ടൽ റോൾ ഹാൻഡ് വാഷിങ്ങിലല്ലേ? Next year, which one is? Next question, which one is not included? Which one is not included in the symptoms for nosocomial infection? Nosocomial infection. Nosocomial infections. Options: headache. Questions ശ്രദ്ധിക്കണം ട്ടാ. ഇപ്പൊ മിസ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. Which one is not included in the symptoms for HIV infection? Option A headache. Option B surgical site infection. Option B surgical site infection. Option C feeling of suffocation. Option D difficulty in urination. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താണ്? അസുഖമാണ് അല്ലേ? ബാക്കിയൊക്കെ അതിന്റെ സിംറ്റംസ് ആണ്, അടയാളങ്ങളാണ് അല്ലേ?
ക്വസ്റ്റ്യൻ നല്ലോണം നോക്കണേ, അല്ലെങ്കിൽ ചിലപ്പോ ഇതൊക്കെ എന്താണ് തെറ്റ് പറ്റാറ് നമുക്ക്. Next question. Dash is a preventive. Dash is a preventive method. Preventive method used to destroy. Used to destroy. Used to destroy all microbes. All microbes on equipment. On equipment and surfaces. And surfaces. Okay. Dash is a preventive method. Preventive method used to destroys all microbes on equipment and surfaces on equipment. Okay, answer one. Sterilization on equipment and surfaces through exposure to chemicals. The chemicals, ionizing radiation, dry heat or steam under pressure. Steam under pressure. ഏതാണ്? ഇതാണ് ആരൊന്നും പറയാത്തത്. Ionization, ionizing radiation, dry heat on steam under pressure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുമല്ലോ. Sterilization. Okay, good. Sterilization. ഇനി ക്വിസ് എടുത്തേല്, ഞാൻ എടുത്തേല് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ, ഇത്രയും ചാപ്റ്റർ എടുത്തില്ലേ, അതിൽ ഏതെങ്കിലും സെക്ഷൻ നിങ്ങൾക്ക് രണ്ടാമതൊന്നുകൂടെ പറഞ്ഞു തരണം എന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടോ? മനസ്സിലാവാത്തതോ അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ? ഇണ്ടോ? എന്താണ് ആരൊന്നും പറയാത്തത്? ബയോമെഡിക്കൽ. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റിൽ ഏത് സെക്ഷൻ ആണ് മിസ് ഒന്നുകൂടെ പറഞ്ഞു തരേണ്ടത്? ഏത് ഭാഗമാണ്? പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോ. മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ഭാഗം ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് മിസ് ചോദിക്കുന്നത്. പറഞ്ഞോ, കുഴപ്പമില്ല. ആരാണ് പറഞ്ഞത്? ബയോമെഡിക്കൽ വേസ്റ്റ് ഏത് ഭാഗമാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഓക്കെ, കാറ്റഗറി ടേബിൾ അല്ലേ? ആ, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ അതില്? കാറ്റഗറി ടേബിൾ സിമ്പിൾ അല്ലേ? കാറ്റഗറി ടേബിളില് കാറ്റഗറി 1 കാറ്റഗറി 1 നമ്പർ ഉദ്ദേശിക്കുന്നത് ഏത് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. പിന്നെ എന്താണ് അതിൽ ഉൾപ്പെടുന്നത്? ഇപ്പൊ കെമിക്കൽ വേസ്റ്റ് ആണെങ്കിൽ ആ കെമിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ആണ് നെക്സ്റ്റ് ബോക്സ്. അത് കഴിഞ്ഞിട്ട് അത് ഏത് ബാഗിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, ഏത് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. അത്
നശിപ്പിക്കുന്ന മെത്തേഡുകൾ. ഓക്കെ, ആ ടേബിളും ഇതും മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് കയറുമ്പോ പറഞ്ഞുതരാം കേട്ടോ ഒന്നുകൂടി. ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ ഏത് ഭാഗോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് സിമ്പിൾ അല്ലേ? ഏത് ഭാഗോ? ഏത് ഭാഗമാണ്? സെക്ഷൻ പറഞ്ഞോ? മിസ് എടുത്തുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് അത് രണ്ടും എടുത്തുതരാം. ബയോമെഡിക്കൽ വേസ്റ്റിന്റേതും ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ ഏത് ഭാഗമാണെന്ന് വെച്ചാൽ അത് എടുത്തുതരാം. ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ആ സെക്ഷനും മറ്റേത് എടുത്തുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു നിഷ. താങ്ക് യു. Okay, thank you all.